അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. ഞങ്ങളെല്ലാവരും ദൈവസ്നേഹത്തിൽ നിറയുവാൻ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായിട്ട് ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ വചനം പ്രഘോഷിക്കുന്ന എന്നെയും വചനം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. നമ്മ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. എല്ലാവർക്കും വചനത്തിന്റെ അഭിഷേകം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരെയും കാണുവാൻ സാധിച്ചതില്, എല്ലാവരും ഒത്തായിരിക്കുവാൻ സാധിച്ചതില് പ്രത്യേകം ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മെ എല്ലാവരെയും ഈശോ തന്റെ ആത്മാവിനാൽ നിറയ്ക്കട്ടെ. ആത്മാവിന്റെ അഭിഷേകം നമുക്കുണ്ടാകട്ടെ. നമ്മളിലുള്ള എല്ലാ തെറ്റുകളും കുറവുകളും പോരായ്മകളും പാപങ്ങളും എല്ലാം കാരുണ്യവാനായ ഈശോ എല്ലാം ഏറ്റെടുത്തെല്ലാം ക്ഷമിക്കട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജോർജ് ബ്രദർ പറഞ്ഞതനുസരിച്ച് ഞാൻ ഇന്നൊരു പ്രത്യേക വിഷയം ഒന്ന് കൈകാര്യം ചെയ്യുകയാണ്. ഒത്തിരി അടുത്ത് കേട്ടിട്ടുള്ള വിഷയമാണ്. അപ്പൊ അത് നമുക്കൊന്ന് ധ്യാനിക്കാം. അപ്പൊ അതിന്റെ തുടക്കത്തില് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. ലൂക്ക 1:6 അത് ഇപ്രകാരമാണ്: അവർ ദൈവത്തിന്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ഇരുവരും ദൈവത്തിന്റെ മുൻപിൽ നീതിനിഷ്ഠരായിരുന്നു, കർത്താവിന്റെ പ്രമാണങ്ങളും കൽപ്പനകളും അന്യോന്യം പാലിക്കുന്നവരുമായിരുന്നു. അവരിരുവരും ആരെക്കുറിച്ചാണ് പറയുന്നത്? എലിസബത്തിനെയും സക്കറിയായെയും കുറിച്ചാണ്. ഈശോയുടെ മുന്നോടിയായ സ്നാപക യോഹന്നാന്റെ മാതാപിതാക്കളെ കുറിച്ചുള്ള വചനമാണിത്. അവരെക്കുറിച്ച് തിരുവചനത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാ: അവരുടെ ജീവിതം എപ്രകാരമായിരുന്നു. അതാണ് 6-ാമത്തെ വാക്യം. നമ്മളൊക്കെ ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു വചനമായിരുന്നു. ലൂക്ക 1:6 പറയുന്നത് എന്താണ്? അവർ ദൈവത്തിന്റെ മുൻപിൽ നീതിനിഷ്ഠരും, തുടർന്ന് പറയുന്നു, കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഇത് ഈ സക്കറിയായും എലിസബത്തും ഈശോയുടെ മുന്നോടിയാകുവാനുള്ള സ്നാപകന്റെ മാതാപിതാക്കളുടെ യോഗ്യതയാണ്, അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റീസ് ആണ്. നീതിനിഷ്ഠര്, ദൈവപ്രമാണങ്ങൾ യാതൊരു കുറവും കൂടാതെ പാലിച്ചുകൊണ്ട് ഇരുന്നവര്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവര്. ഹല്ലേലൂയ. ഇനി ഇതിലെ അടുത്തൊരു വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. 7-ാമത്തെ വാക്യം. ഈ 6 കഴിഞ്ഞിട്ട് അടുത്ത വാക്യം 7-ാമത്തെ വാക്യം പറയുന്നതാണ്: അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു, ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. ഹല്ലേലൂയ. ഈ ദൈവഭയമുള്ളവര്, നീതിനിഷ്ഠരായിരുന്നവര്, കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ ഒരു കുറവും കൂടാതെ പാലിച്ചിരുന്ന ആ ദമ്പതികളെ, അവർക്ക് മക്കളില്ലായിരുന്നു. അന്നത്തെ കാലത്തെ യഹൂദ സമുദായത്തിലെ മക്കളില്ലാത്ത ദമ്പതികൾ എന്ന് പറഞ്ഞാല് ഒരു അപമാനമായിരുന്നു, ദൈവത്തിന്റെ ശിക്ഷയാണ്. അതുകൊണ്ടാണ് അവർക്ക് മക്കളില്ലാത്തത് എന്നൊരു ചിന്ത ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 2 വ്യക്തികളായവര്. അവർക്കും മക്കളില്ല. ഇപ്പൊ മറ്റുള്ളവരുടെ മുൻപിലെ അപമാനിതര്,
ദൈവം ശിക്ഷിച്ചിട്ടിരിക്കുന്ന രണ്ട് വ്യക്തികൾ. ഇവര് ധാരാളം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞിനെ കാണാൻ, ഒരു കുഞ്ഞിക്കാല് കാണാൻ, ഇല്ലേ? തീർച്ചയായിട്ടും അവരുടെ ആ ദാമ്പത്യ വല്ലരി തുടങ്ങി ആരംഭിച്ച നിമിഷം മുതൽ തന്നെ അവർ ധാരാളം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞിക്കാല് കാണുവാനായിട്ട്. പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല, മക്കളെ കിട്ടിയില്ല. ഇപ്പൊ അവസാനം പറയുന്നത് അവർ വൃദ്ധരായിരിക്കുന്നു. എലിസബത്ത് ആണെങ്കിലോ വന്ധ്യയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരവസ്ഥയാണ് ഇവരില്. പക്ഷെ ഇവര് കൽപ്പനകൾ അനുസരിക്കുന്നത് വിട്ടിട്ട് പോയോ? അവരുടെ നീതിനിഷ്ഠമായ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയോ? ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാ. ഇന്ന് നമ്മളൊക്കെ പലപ്പോഴും പലയിടത്തുമൊക്കെ കാണാറും കേൾക്കാറും ഒക്കെ ഉണ്ട്, ഓ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനവും കിട്ടുന്നില്ല, എന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുന്നില്ല, ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അതുകൊണ്ട് ഇനിയും പ്രാർത്ഥന വേണ്ട, പള്ളി വേണ്ട, പട്ടക്കാരൻ വേണ്ട, എന്റെ തോന്നിവാസം. ഇല്ലേ? ഇങ്ങനെ നമ്മൾ കാണാറുള്ളതാ, കേൾക്കാറുള്ളതാ. പക്ഷെ ഈ വ്യക്തികള്, ഈ ദമ്പതികള് ഇത് ഇട്ടിട്ട് പോയില്ല. അവരുടെ പ്രാർത്ഥനാ ജീവിതം, അവര് ദൈവത്തിന്റെ കൽപ്പനകളൊക്കെ പാലിക്കുന്നതിൽ നിന്ന് ഒരു അണുവിട അവർ ചലിച്ചിട്ടില്ല. അവർക്ക് മക്കളില്ല, ശരിയാണ്. അവര് പ്രായമായി, വൃദ്ധരായി. പക്ഷെ എന്നിട്ടും അവര് ആ വിശ്വാസത്തിൽ നിന്ന് അണുവിട ചലിക്കാതെ അവർ ജീവിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പ്രിയമുള്ളവരെ. നമ്മൾ നന്നായിട്ട് അത് ധ്യാനിക്കണം. നമുക്കൊരു മാതൃക തന്നിരിക്കുക. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലം തരുന്നില്ല. എത്ര പേരാന്നറിയാമോ ഇങ്ങനെ പറഞ്ഞ് പിന്നെ അവസാനം പ്രാർത്ഥനയെ നിർത്തി പോകുന്നവര്, പ്രാർത്ഥനയൊക്കെ മതിയാക്കി പോകുന്നവര്. ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഇവരെ നമ്മൾ അനുകരിക്കണം, ഇവരുടെ ഒരു മാതൃക. ഇപ്പൊ ഇവരുടെ ഈ ജീവിതത്തിന് ദൈവം ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്താണ് സമ്മാനം? അവരുടെ ആ വാർദ്ധക്യത്തിലെ അവർക്കൊരു പുത്രനെ കിട്ടുകയാണ്. യോഹന്നാൻ, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അതാ യോഹന്നാൻ എന്ന് പറഞ്ഞ കാരുണ്യമെന്നും പറയും. ദൈവം അവരുടെ മേൽ കാരുണ്യം ചൊരിഞ്ഞിരിക്കുന്നു എന്നും പറയും. ഈ രണ്ടർത്ഥങ്ങൾ ഇതിനുണ്ട്. ഒന്ന് സമ്മാനം, ഗിഫ്റ്റ് ആണ്. ഇപ്പൊ ഇവരുടെ ആ ജീവിതത്തിനുള്ള, അവരെ നീതിനിഷ്ഠമായ ജീവിതത്തിനും അതുപോലെ തന്നെ ദൈവപ്രമാണങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതത്തിനും ദൈവം കൊടുത്ത സമ്മാനം, എ ഗിഫ്റ്റ്, അതാണ് യോഹന്നാൻ. അതുപോലെ തന്നെ ദൈവം ഈ ദമ്പതികളുടെ മേലെ കരുണ വർഷിക്കുകയാണ്. ഇത്രയും നാളും അവർ അപമാനം സഹിച്ച് ജീവിച്ചു. മറ്റുള്ളവരൊക്കെ ചിലപ്പോൾ അവരെ ഒറ്റപ്പെടുത്തി കാണും. നിങ്ങളെ ദൈവം ശിക്ഷിച്ചിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകാത്ത എന്നെല്ലാം പറഞ്ഞ് അവരെ അപമാനിച്ചിട്ടായിരിക്കാം. പക്ഷേ അതൊന്നും അവര് കണ്ടില്ല. അവര് തങ്ങളുടെ കടമ അനുസരിച്ച് ജീവിച്ചു. അതിന് ദൈവം അവരുടെ മേൽ കരുണ ചൊരിഞ്ഞുകൊണ്ട് അവർക്കൊരു സമ്മാനം കൊടുക്കുന്നു. ദാറ്റ് ഈസ് സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഹല്ലേലൂയ. കേട്ടോ, അവരുടെ ആ ജീവിതത്തിന് ദൈവം അവരുടെ മേൽ കരുണ ചൊരിഞ്ഞ് അവർക്ക് സമ്മാനം കൊടുക്കുന്നതാണ് യോഹന്നാൻ. ആ യോഹന്നാന്റെ പ്രത്യേകത അവിടെ താഴെ പറയുന്നുണ്ട്. 15 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാല് പറയുന്നുണ്ട്, കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും, വീഞ്ഞോ ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് അവൻ തിരിക്കും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും. ഇതാണ് യോഹന്നാന്റെ ദൗത്യം. ഈ ദൗത്യം ദൈവം അവനിൽ നിക്ഷേപിച്ചു. അവനിൽ നിക്ഷേപിക്കാനുള്ള കാരണം അവന്റെ മാതാപിതാക്കള്.
അവന്റെ മാതാപിതാക്കൾ അങ്ങനെ ജീവിച്ചത് കൊണ്ട് അവരുടെ വാർദ്ധക്യത്തിലാണേലും അതിനെല്ലാം ഒരു അവസാനം അറുതി വരുത്തിക്കൊണ്ട് അവർക്ക് ഒരു സമ്മാനം കൊടുത്തു, യോഹന്നാൻ. ആ യോഹന്നാന്റെ ദൗത്യം ഇതാണെന്ന് ദൈവം തന്നെ നേരത്തെ തന്നെ അരുളി ചെയ്യുകയാണ്, മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ജീവിച്ചാല് തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും. നമ്മൾ സാധാരണ പറയാറില്ലേ, ഒരു സംസ്കൃതത്തിൽ ഒരു പറച്ചിലുണ്ടല്ലോ, യഥാ പിത തഥാ സുത, യഥാ മാത തഥാ സുത എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പനും അമ്മയും എങ്ങനെയാണോ അങ്ങനെയായിരിക്കും സുതര്, മക്കളും. താതനും മാതാവും എങ്ങനെയാണോ അങ്ങനെയായിരിക്കും അവർക്ക് ദൈവം കൊടുക്കുന്ന മക്കളും. അതാ ആ സൂത്രവാക്യത്തിന്റെ അർത്ഥം. യഥാ പിതാ യഥാ മാത തഥാ സുത. മാതാപിതാക്കൾ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും മക്കള്. ഇപ്പൊ മാതാപിതാക്കൾ നല്ലവരായാൽ മക്കളും നല്ലവരാകും. മാതാപിതാക്കൾ ചീത്തയായാൽ, മാതാപിതാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായിട്ട് ജീവിച്ചാൽ, മാതാപിതാക്കള് ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ, ഇതെല്ലാം മക്കളിലും ഇത് പ്രകടമാകും. ഒരു സംശയമില്ല പ്രിയമുള്ളവരെ. കാരണം ഇത് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ ആ രാജ്യത്തിന്റെ പ്രത്യേകതയായത്. ഇത് നമ്മൾ മനസ്സിലാക്കി വേണം ജീവിക്കാൻ. ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതവും ഇതുപോലെ തന്നെ ആയിരിക്കണം കേട്ടോ. നമുക്കൊരു മാതൃകയാ ഈ സക്കറിയായും എലിസബത്തും. നമ്മളെ പഴയ നിയമത്തിലെ ഈ മക്കബായക്കാരുടെ പുസ്തകം, രണ്ടാമത്തെ പുസ്തകത്തിലെ അവിടെ ഒരു 7-ാമത്തെ അധ്യായത്തിലെ ഒരമ്മയും 7 മക്കളും അവരെ കുറിച്ച് പറയുന്നുണ്ട്. ഒരമ്മയും 7 മക്കളും അടങ്ങിയ ഒരു കുടുംബത്തിന്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതാ അല്ലേ? മക്കബായക്കാരുടെ പുസ്തകത്തില് അത് അന്നത്തെ അവിടുത്തെ രാജാവായിരുന്ന അന്ത്യോക്കസ് എന്നും പറഞ്ഞ രാജാവ്, ആ രാജാവ് എല്ലാവരും തൻ്റെ പ്രതിമയെ ആരാധിക്കണം, താൻ പറയുന്നതനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ് എല്ലാവരെയും, അന്ന് യഹൂദരൊക്കെ വിപ്രവാസത്തിലാണ്, ആ രാജകൽപ്പനയെ നിരസിച്ചുകൊണ്ട് ഒരമ്മയും 7 മക്കളും നിലകൊള്ളുകയാണ്. എന്ത് സംഭവിച്ചു? 7 മക്കളും ഈ അമ്മയും ജീവൻ അർപ്പിക്കേണ്ടി വന്നു തങ്ങളുടെ വിശ്വാസത്തെ പ്രതി. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ. ഈ മക്കളുടെ ശക്തിപ്പെടുത്തുക അമ്മ. തനിക്ക് ദൈവത്തിന്റെ സമ്മാനമായിട്ട് കിട്ടിയ ഈ മക്കള്, ഒരിക്കലും മക്കള് നഷ്ടപ്പെടാൻ മാതാപിതാക്കള് ആഗ്രഹിക്കുകയില്ല. പക്ഷെ ഇവിടെ ഈ അമ്മ വിശ്വാസത്തെ പ്രതി, അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ മക്കളും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, വിശ്വാസം കൈവെടിയരുത്, വിശ്വാസം ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉത്തേജിപ്പിക്കുമ്പോൾ ആ 7 മക്കൾക്കും ജീവൻ അർപ്പിക്കേണ്ടി വരുന്നുണ്ട് വിശ്വാസത്തെ പ്രതി. എന്തൊരു മാതൃകയാ ആ അമ്മ കൊടുക്കുന്നത്. അവിടെ ഒരു 7-ാമത്തെ അധ്യായത്തില് ഈ 6 മക്കളെയും കഴുത്തരിച്ചും തൊലി ഉരിഞ്ഞും തീപ്പന്തത്തില് കൊളുത്തിയിട്ടും എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞ അവസാനത്തെ മകന്റെ ഊഴമായി. ഇപ്പൊ ഈ രാജാവും പരിവാരങ്ങളും ഒക്കെ ഒത്തിരി ഇവനെ ഇതെല്ലാം വിശ്വാസവും ഒക്കെ ഉപേക്ഷിച്ച് അവന് പറയുന്നതനുസരിച്ച് ജീവിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവസാന നിമിഷത്തിലെ നമ്മൾ കാണുന്നുണ്ട് 7-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം, 2 മക്കബായ 7:27 അവിടെ വായിക്കുന്ന ഇങ്ങനെയാ: പുത്രന്റെ മേൽ ചാഞ്ഞു കിടന്നുകൊണ്ട് അമ്മ ക്രൂരനായ ആ സ്വേച്ഛാധിപതിയെ നിന്ദിച്ചുകൊണ്ട് മാതൃഭാഷയിൽ പറഞ്ഞു, മകനെ എന്നോട് ദയ കാണിക്കുക. നോക്കി ശ്രദ്ധിക്കണം കേട്ടോ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറയുക, 9 മാസം ഞാൻ നിന്നെ ഗർഭത്തിൽ വഹിച്ചു, 3 കൊല്ലം മുലയൂട്ടി, നിന്നെ ഇന്നുവരെ പോറ്റി വളർത്തി. മകനെ ഞാൻ യാചിക്കുന്നു, ആകാശത്തെയും ഭൂമിയെയും നോക്കുക, അവയിലുള്ള ഓരോന്നും കാണുക. ഉണ്ടായിരുന്നവയിൽ നിന്നല്ല ദൈവം അവയെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക. മനുഷ്യരും അതുപോലെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് മകനെ, ഈ കശാപ്പുകാരനെ നീ ഭയപ്പെടേണ്ട. 29-ാമത്തെ വാക്യത്തിൽ അങ്ങനെ പറയുന്നത്. മകനെ,
ഈ കശാപ്പുകാരനെ നീ ഭയപ്പെടേണ്ട, നിന്റെ സഹോദരന്മാർക്ക് യോജിച്ചവനാണ് നീ എന്ന് തെളിയിക്കുക. കണ്ടോ, എന്തൊരു ശക്തിപ്പെടുത്തുന്ന, ഉത്തേജിപ്പിക്കുന്ന, വിശ്വാസത്തിൽ വളർത്തുന്ന ഒരമ്മയാണ്. ഇതുപോലെയുള്ളവരൊക്കെ അല്ലേ നമ്മളുമൊക്കെ മാമോദീസായിലൂടെ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് നമുക്ക് ലഭിച്ച ആ വിശ്വാസമൊക്കെ ഊട്ടി ഉറപ്പിച്ച് വളർത്തേണ്ടവരല്ലേ നമ്മുടെ കുടുംബങ്ങളില്? അതോ ഓരോ കാര്യങ്ങളുടെ പേരില് അതൊക്കെ ഉപേക്ഷിച്ച് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവരാണോ? സ്വന്തം കാര്യങ്ങൾ വരുമ്പോൾ വിശ്വാസത്തെയും ആത്മീയതയും എല്ലാം നഷ്ടപ്പെടുത്തി നശിപ്പിച്ച് മുന്നോട്ട് പോവുകയാണോ? പല കാര്യങ്ങളും, യാത്രയും അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒക്കെ വിശുദ്ധ കുർബാന ഉപേക്ഷിക്കുന്നവര്, കൂദാശ ജീവിതം ഉപേക്ഷിക്കുന്നവര്, കുടുംബ പ്രാർത്ഥന ഉപേക്ഷിക്കുന്നവർ. ഇപ്പൊ ഒരു ഫാഷനായിട്ട് വന്നിരിക്കുക, വൈകുന്നേരങ്ങളിൽ അങ്ങ് ഇറങ്ങുക, എല്ലാം കൂടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരിക, പ്രാർത്ഥനയില്ല. ഇനി മക്കളൊക്കെ ആണല്ലോ, അല്ലെങ്കിൽ ചിലപ്പോ ഇങ്ങനെ കറങ്ങാൻ പോവുക. ഒരു സമയത്താ വരുന്നത്, ആരുമില്ല പ്രാർത്ഥിക്കാൻ. കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മളൊക്കെ ചിന്തിക്കണം പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളൊക്കെ എങ്ങനെയാ മാതാപിതാക്കളായ നമ്മളൊക്കെ കുടുംബത്തിന് നല്ലൊരു മാതൃക കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നമ്മുടെ ദിവംഗതനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഒരിക്കല് കുടുംബങ്ങൾക്കുള്ള ഒരു കത്ത്, ഒരു അപ്പസ്തോലിക ലേഖനം പിതാവ് അയക്കുകയുണ്ടായി. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ കുടുംബങ്ങൾക്കുള്ള കത്തെന്നും പറഞ്ഞു. ആ കത്തിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ന്യൂ എവാഞ്ചലൈസേഷൻ ബിഗിൻസ് അറ്റ് ഹോം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നവസുവിശേഷവൽക്കരണം കുടുംബത്തിലാണ് ആരംഭിക്കുക. ഇതാ പറഞ്ഞത്. കുടുംബങ്ങൾക്ക് കത്തെഴുതുകയാണ്. ആ കത്തിന്റെ പ്രധാനപ്പെട്ട ആശയം ഇതാ: ന്യൂ എവാഞ്ചലൈസേഷൻ ബിഗിൻസ് അറ്റ് ഹോം. ഭവനത്തിലാണ്, കുടുംബത്തിലാണ് സുവിശേഷവൽക്കരണം ആരംഭിക്കുക. നവസുവിശേഷവൽക്കരണം. ഇതിനൊരു പുതിയ വാക്കുണ്ട്, നവസുവിശേഷവൽക്കരണം എന്നാ. ഇപ്പൊ നമ്മളൊക്കെ സുവിശേഷവൽക്കരണം അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനം എന്നൊക്കെ കേട്ട ഉടനെ വിചാരിക്കുന്നത്, പുറത്തൊക്കെ പോയി ഇങ്ങനെ പ്രസംഗിക്കുക, അല്ലേ? മറ്റുള്ളവരോട്, യേശുവിനെ കേൾക്കാത്തവരോട്, അറിയാത്തവരോടൊക്കെ പോയി സുവിശേഷം പ്രഘോഷിച്ച്, യേശുവിനെ പ്രഘോഷിച്ച് അവരെയൊക്കെ സഭയിലേക്ക് കൊണ്ടുവരിക. ഈ ഒരു ചിന്താഗതിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ഇവിടെ അത് തിരുത്തിക്കൊണ്ട് പരിശുദ്ധ പിതാവ് പറയുക, ഇറ്റ് ബിഗിൻസ് അറ്റ് ഹോം. കുടുംബത്തിലാണ് ആരംഭിക്കുന്നത്. അപ്പൊ കുടുംബത്തിൽ ആരാ ചെയ്യേണ്ടത്? ആരംഭിക്കേണ്ടത് ആരാ? പുറത്തുനിന്ന് വരുന്നവരാണോ? അല്ല. പിന്നെ ആരാ? കുടുംബത്തിന്റെ അപ്പനും അമ്മയും. മാതാപിതാക്കളാണ് ഈ ദൗത്യം നിറവേറ്റേണ്ടത്. അപ്പൻ, നമുക്കറിയാമല്ലോ, കുഞ്ഞുനാളിലെ കുഞ്ഞുങ്ങൾക്ക് അപ്പൻ അവർക്ക് ഹീറോയാണ്. അപ്പനെ കാണും കുഞ്ഞുനാളിലെ അപ്പനെ കണ്ട് ഈ അപ്പനെ പോലെ ആകണം. അപ്പൊ അവന് സംസാരിക്കാനൊന്നും കഴിവില്ല, പക്ഷെ അവൻ അപ്പനെ നോക്കും. അമ്മയും നല്ല ഉയരവും ആരോഗ്യവും ഒക്കെ ഉള്ള അമ്മ, ഈ അമ്മയെ പോലെ ആകണം. അവരാണ് ഇവളുടെ ഹീറോ. കുഞ്ഞുനാളിൽ ഇവര് വളരുമ്പോഴും ഈ അപ്പനും അമ്മയും തന്നെ ആയിരിക്കണം അവരുടെ ഹീറോ. അല്ലാതെ പുറത്തേക്ക് പോയി മറ്റുള്ളവരെ അനുകരിക്കാനായിട്ട് നമുക്ക് കാണുന്നില്ലേ? പലരെയൊക്കെ അനുകരിച്ച് നടക്കുകയാണ്. സിനിമാ നടന്മാരെ അനുകരിക്കുന്നവർ, ക്രിക്കറ്റ് താരങ്ങളെ അനുകരിക്കുന്നവർ, ഫുട്ബോൾ താരങ്ങളെ അനുകരിക്കുന്നവർ, അവരുടെ രീതിയിലൊക്കെ മുടിയൊക്കെ വെട്ടി അല്ലെങ്കിൽ പല രീതിയിലെ ഫാഷനും ഒക്കെ നടത്തി ഇങ്ങനെയൊക്കെ നടക്കുന്നവർ, അവര് ഹീറോ ആയിട്ട് മാറുക. വാസ്തവത്തിൽ ആരാ ഹീറോ? അവന്റെ അപ്പനും അമ്മയുമാണ്. ആകണം എന്ന് പറഞ്ഞാൽ എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തരും അവരുടെ മക്കൾക്ക് ഹീറോ ആകണം, നേതാവാകണം. ഈ അപ്പനെ പോലെ എനിക്കും ആകണം, ഈ അമ്മയെ പോലെ എനിക്കും ആകണം എന്ന് കുഞ്ഞുനാളിൽ അവനും അവളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വളർന്നു വരുമ്പോഴും അവരുടെ കൗമാരത്തിലും അവരുടെ യൗവനത്തിലും ഒക്കെ ഈ അപ്പനും അമ്മയും തന്നെ ആയിരിക്കണം അവരുടെ ഹീറോ. മാറിപ്പോകരുത്. ഉത്തരവാദിത്വങ്ങൾ അനുസരിച്ച് ജീവിച്ചാലേ
അവര് തന്നെയായിരിക്കും, നിങ്ങൾ തന്നെയായിരിക്കും അവരുടെ ഹീറോ. ഒരു സംശയവുമില്ല. പക്ഷെ ഇന്നെല്ലാം മാറിപ്പോവുകയാണ്. തെറ്റായ മാർഗങ്ങളിലൂടെയൊക്കെ ജീവിക്കുന്നു. ഇവിടെ ഈ കത്തിനകത്ത് പരിശുദ്ധ പിതാവ് തുടർന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധ പിതാവ് പറയുന്ന ഇതാ, കുടുംബത്തിൽ അപ്പൻ ഔസേപ്പാകണം. ഇങ്ങനെയാ പറയുന്നത്. കുടുംബത്തിൽ അപ്പൻ ഔസേപ്പാകണം എന്ന് പറഞ്ഞാൽ പേര് മാറ്റുക എന്നുള്ളതല്ല. തോമ ഇനി മുതൽ ഔസേപ്പ് എന്ന് പേരിടുക എന്നുള്ളതല്ല. മത്തായി ഇനി മുതൽ ഔസേപ്പ് എന്നുള്ള പേരിടുക എന്നുള്ളതല്ല. ഔസേപ്പാകണം എന്ന് പറഞ്ഞാൽ ഔസേപ്പിതാവ്. ഔസേപ്പിതാവാകണം അപ്പൻ. ഔസേപ്പിതാവ് ആരാ? മത്തായിയുടെ സുവിശേഷം എടുത്ത് നോക്കി, 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ നീതിമാനായിരുന്നു. ഒരു കുടുംബനാഥനാ. മുമ്പേ ഞാൻ പറഞ്ഞ ഈ എലിസബത്തും സക്കറിയായും അവരെ പോലെ തന്നെ അവരെ കുറിച്ച് പറഞ്ഞത് നീതിനിഷ്ഠര്. ലൂക്കാവ് 1:6 ആദ്യ ഭാഗം. അവർ നീതിനിഷ്ഠരായിരുന്നു. ഇതുപോലെ തന്നെ ഔസേപ്പിതാവിനെ കുറിച്ച് പറയുന്നതാ, അവൻ നീതിമാനായിരുന്നു, ദൈവത്തെ അനുസരിക്കുന്നവൻ. ദൈവം അരുളി ചെയ്തപ്പോൾ തൻ്റെ പദ്ധതിയിൽപ്പെടുന്നതല്ല, അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമല്ലാതിരുന്നു, തനിക്കത് തൻ്റെ രീതി അല്ല എന്നും കണ്ടിട്ടും ദൈവം പറഞ്ഞത് അനുസരിക്കുകയാണ്. അങ്ങനെയാ മറിയത്തെ സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയത്തെ സ്വീകരിക്കുന്നത് ദൈവത്തിന്റെ ഹിതമാണെന്ന് കണ്ടുകൊണ്ടാ. ഈ മറിയത്തിന്റെ കാര്യം തന്നെ, മറിയത്തിന്റെ ഉള്ളിലുള്ള ശിശു തൻ്റെതല്ല എന്ന് നന്നായിട്ട് അറിയാമായിരുന്നിട്ടും ഈ മറിയത്തെ താലോലിക്കുന്നു, അല്ലെങ്കിൽ മറിയത്തെ പരിപാലിക്കുന്നു. ആ മറിയം ത്തിന്റെ ഗർഭാവസ്ഥയിൽ അവരെ പരിപാലിക്കുന്നു. അവർക്ക് കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള സാഹചര്യമൊക്കെ സാധിച്ചില്ലെങ്കിലും അതിനുവേണ്ടിയൊക്കെ അധ്വാനിക്കുന്നു, തൻ്റെതല്ലാത്ത കുഞ്ഞിനു വേണ്ടി. അത് കഴിഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞ് ആ കുഞ്ഞിനെ രക്ഷിക്കുവാനായിട്ട് കൊള്ളക്കാരിൽ നിന്ന്, അല്ലെങ്കിൽ ഹെറോദോസിന്റെ പടയാളികളിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് രായ്ക്ക് രാമാനം കൊടും തണുപ്പില് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു. ഇതെല്ലാം നമുക്കറിയാം. അവിടെയുള്ളവരെ ഇതാ ഔസേപ്പ് എന്ന് പറയുന്ന ഔസേപ്പിതാവ്. ഇതുപോലെയാകണം ഓരോ അപ്പനും അപ്പന്മാരും. കുടുംബത്തിലെ ഓരോ അപ്പന്മാരും ഈ ഔസേപ്പിനെ പോലെ ആകണം, നീതിമാനായിട്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിനും സഹോദരങ്ങൾക്കുമൊക്കെ അർഹിക്കുന്നത് കൊടുക്കുന്നവനാ നീതിമാൻ എന്ന് പറയുന്നത്. ഗിവ് ഈച്ച് വൺ ഹിസ് ഓൺ ഡ്യൂ. ഇതാ നീതിമാനെ കുറിച്ച് പറയുന്ന അങ്ങനെ. എ ജസ്റ്റ് മാൻ, അല്ലെങ്കിൽ ജസ്റ്റിസ് എന്ന് പറയുന്ന അതാ. അപ്പൊ അങ്ങനെ ജീവിച്ച വ്യക്തിയാ യൗസേപ്പ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് യൗസേപ്പ് പിതാവാകണം അപ്പൻ. പേര് മാറ്റുന്നതിലല്ല കാര്യം. പകരം ഈ ഔസേപ്പ് പിതാവിനെ പോലെ ദൈവത്തിന്റെ ഹിതം അറിഞ്ഞുകൊണ്ട് ജീവിക്കണം, ദൈവഹിതം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം. അവിടെ ചിലപ്പോൾ ഒത്തിരി വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. മറിയത്തെ സ്വീകരിച്ചില്ലേ ഔസേപ്പ്? തൻ്റെതല്ലാത്ത കുഞ്ഞിനെ പരിപാലിച്ചില്ലേ? പല വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. നീതിയോടുകൂടി ജീവിക്കണം. മദ്യപാനത്തിനും അതുപോലെ തന്നെ മയക്കുമരുന്നിനുമൊക്കെ അടിപ്പെട്ട് ഉത്തരവാദിത്തങ്ങൾ മറന്ന് ജീവിക്കേണ്ടവനല്ല. വിശുദ്ധിയിൽ ജീവിക്കേണ്ടവൻ. ആ ഒരു അനുഭവം ഓരോ അപ്പന്മാർക്കും ഉണ്ടാകണം. എന്നിട്ട് തുടർന്ന് പറയുന്നുണ്ട് പരിശുദ്ധ പിതാവ്, അമ്മ മറിയമാകണം. ഹല്ലേലൂയ. എന്നെ ശ്രവിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. എന്നെ ശ്രമിക്കുന്ന അമ്മമാർ ഇത് മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ പറയുന്നത് പരിശുദ്ധ പിതാവ് പറയുകയാണ്, ഓരോ അമ്മയും ഓരോ മറിയമാകണം. ആരാ മറിയം? ഇവിടെയും പേര് മാറ്റാനല്ല, പേര് മാറ്റുക എന്നുള്ളതല്ല, മറിയമാകണം. പരിശുദ്ധ അമ്മ, പരിശുദ്ധ കന്യകാമറിയം. അതായത് തനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ, തനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അവസാനം ദൈവത്തിന്റെ കരങ്ങളിൽ വിട്ടുകൊടുത്ത വ്യക്തിയാ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, ബിഹോൾഡ് ദൈ സെർവന്റ്. ഇങ്ങനെ പറഞ്ഞ വ്യക്തിയാ പരിശുദ്ധ കന്യകാമറിയം. അങ്ങനെ പറയുമ്പോഴും ആ മറിയത്തിന്
തനിക്ക് വരാൻ പറ്റുന്ന സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലൊക്കെ കണ്ടു കാണും. വിവാഹം കഴിക്കാതെ ഒരു കുഞ്ഞുണ്ടാകും. ആ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒത്തിരിയേറെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങളും മറിയം സ്വീകരിച്ചു. യൗസേപ്പ് സംശയിക്കുന്ന അവസ്ഥയുണ്ട്. ഇനി ഗർഭാവസ്ഥയിലെ പ്രസവിക്കാൻ സമയമായപ്പോൾ ബത്ലഹേമിലേക്ക് പോകേണ്ടി വന്നു. അവിടെ അവസാനം പ്രസവിക്കുന്ന സമയമായപ്പോൾ ഒരു സ്ഥലമൊന്നും സത്രമൊന്നും കിട്ടിയില്ല. ഒരു കാലിത്തൊഴുത്തിനെ അഭയം ഗമിക്കേണ്ടി വന്നു ഒന്ന് പ്രസവിക്കാനായിട്ട്. എന്തൊരു ഗതികേടാ അല്ലേ? എന്തൊരു ശോച്യ അവസ്ഥയാ. ഇതെല്ലാം ഏറ്റെടുത്തു മറിയം. ഇതാ മറിയം എന്ന് പറയുന്നത്. പരിശുദ്ധ കന്യകാമറിയം എന്ന് പറഞ്ഞതാ. അത് കഴിഞ്ഞ് ആ കുഞ്ഞിന്റെ വളർച്ചയില് അവസാനം കാൽവരിയില് ആ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന മറിയം എന്തു വേദനയാന്ന് നോക്കി. ഇതിനു മുൻപേ ഔസേപ്പിതാവ് വിട്ടുപിരിഞ്ഞു പോയി. അപ്പൊ ഇനി ആരുമില്ല. തൻ്റെ ഏക മകൻ ഇങ്ങനെ കാപാലികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട് കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ഓ, ചിന്തിക്കാൻ പോലും പറ്റുമോ? എന്തൊരു ശപിക്കപ്പെട്ട അവസ്ഥ എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കും. എല്ലാം മറിയം ഏറ്റെടുക്കുകയാണ്. ഇതുപോലെ ആകണം ഓരോ അമ്മമാരും കേട്ടോ. അമ്മ മറിയമാകണമെന്ന് പറഞ്ഞാൽ ഇതാ അതിന്റെ അർത്ഥം. ഓരോ അമ്മമാരും ഓരോ മറിയംമാര് ആകണം. എങ്കിൽ മാത്രമേ അവിടെ ദൈവത്തിന്റെ ചൈതന്യം നിഴലിക്കുകയുള്ളൂ. സഭ അവിടെ ജന്മമെടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. അപ്പൊ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുകയാണ്. ഓരോ അപ്പനും ഓരോ അമ്മയും യൗസേപ്പ് പിതാവും മറിയവുമായിട്ടും ജീവിക്കണം, മറിയവുമായിട്ടും മാറണം. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ നമുക്കൊരു നല്ല മാതൃക കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവരുടെയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ എലിസബത്തിന്റെ സക്കറിയായുടെ മകൻ, മറിയത്തിന്റെ മകൻ, എല്ലാം ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. എങ്കിൽ തന്നെയും ഇവരുടെ ഈ ജീവിതത്തിന്റെ ഫലമായിട്ട് ധന്യമാക്കപ്പെട്ട ഒരു ജീവിതം, അവർക്ക് ദൈവം കൊടുത്ത മക്കള്, യോഹന്നാൻ, അതുപോലെ തന്നെ ഈശോ ദൈവപുത്രനാണെങ്കിലും എല്ലാം ദൈവത്തിന്റെ ഹിതമായിട്ട് കണ്ടുകൊണ്ട് ആ പുത്രനാണേലും എന്താ മത്തായി 26 നമ്മൾ വായിക്കുന്നില്ലേ, ആ ഗത്സമൻ തോട്ടത്തിലെ എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്നു പറയുന്ന ഒരവസ്ഥ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുമൊക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കണം. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കുടുംബം കുട്ടിച്ചോറാക്കിയവൻ കാശിക്ക് പോയിട്ട് കാര്യമില്ല എന്ന്. ഹല്ലേലൂയ. അവൻ കുട്ടിച്ചോറാക്കിയവൻ കാശിക്ക് പോയിട്ട് യാതൊരു പ്രയോജനവുമില്ല. അതേസമയം കുടുംബം നന്നായിട്ട് ഭരിച്ചവൻ, അവൻ കാശിക്ക് പോകേണ്ട ആവശ്യവുമില്ല. അല്ലാതെ തന്നെ അവൻ ഭാഗ്യവാനാ, അവൻ അനുഗ്രഹീതനാ. കുടുംബത്തെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ കുടുംബത്തെ പരിപാലിക്കുന്നവൻ, കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്നവൻ, അവന് ഈ കാശി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പുണ്യസ്ഥലം എന്നാ. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട പോകേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ അവൻ അനുഗ്രഹമുണ്ട്. ഇനി കുട്ടിച്ചാറാക്കിയവൻ പോയിട്ട് യാതൊരു കാര്യവുമില്ല. കുടുംബം നശിപ്പിച്ചവൻ ഇങ്ങനെ തീർത്ഥാടനം നടത്തുന്നു, പുണ്യസ്ഥലങ്ങളിൽ പോകുന്നു, എന്തു പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് നമ്മുടെ ആ കർത്തവ്യങ്ങൾ, നമ്മളെ ഒരു കുടുംബനാഥ എന്നുള്ള ആ കടമ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം. സമയമാകുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സംഭവം കൂടി പറയാം. നേരത്തെ കുന്നന്താനം ധ്യാന കേന്ദ്രത്തിലായിരുന്നപ്പോഴേ അവിടെ ജോർജ് ബ്രദർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ വിശ്വാസ അനുഭവ ധ്യാനം നടത്തുമായിരുന്നു എല്ലാ മാസവും. അങ്ങനെ ഒരിക്കലേ ധ്യാനത്തിന്റെ അവസരത്തിലാണെന്ന് തോന്നുന്നു, അതോ ഇനി ധ്യാനം കഴിഞ്ഞിട്ടാണെന്ന് അറിയാൻ മേല. ധ്യാനം കഴിഞ്ഞിട്ടാ, സോറി. ഒരിക്കലും ഒരപ്പൻ ഒരു മകനെയും കൊണ്ട് എൻ്റെ അടുക്കൽ വന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞുകൊണ്ട്, ഏതാണ്ട് ഒരു 10-15 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മകനെയും കൊണ്ട് അപ്പൻ വന്നിരിക്കുക. അച്ഛാ, ഇവന്റെ തലയെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഇതെന്താ കാര്യമല്ല, ഇവൻ ഇപ്പോഴേ മദ്യപാനത്തിന്റെ ശീലമൊക്കെ, മദ്യം വേണമെന്നാണ് ഇവന്റെ ഇവൻ എപ്പോഴും പറയുന്നത്. മദ്യം കഴിക്കണം. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ്സിൽ. എനിക്കങ്ങ് അമ്പരപ്പായിപ്പോയി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെയും കൊണ്ട് അപ്പൻ വന്നിരിക്കുകയാണ്. ആ മകൻ മദ്യപാനിയാണ്, അവന് മദ്യം കഴിക്കണം എന്ന് പറഞ്ഞുള്ള അവന്റെ ആഗ്രഹം.
ഇപ്പൊ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു, ഇതിനകത്ത് എന്തോ ഒരു തകരാറുണ്ട്. ഞാൻ അപ്പനെ മുറിക്ക് പുറത്ത് നിർത്തിയിട്ട് ഇവനെ ഞാൻ മുറിക്കകത്തേക്ക് വിളിച്ച് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ച്, എന്നിട്ട് അവനോട് ചോദിച്ചു, മോനെ എന്താ കാര്യം? നീ 15 വയസ്സല്ലേ ആയുള്ളൂ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നല്ലേ ആയുള്ളൂ, എന്താ ഇങ്ങനെയൊക്കെ നീ തുടങ്ങുന്നു, എന്താ കാര്യം എന്നാന്ന് വളരെ സ്നേഹത്തോടു കൂടി അവനെ ഞാൻ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ അവനോട് ചോദിച്ചു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അവന്റെ കണ്ണിൽ കൂടി ഇങ്ങനെ കണ്ണുനീര് വരിക, കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, മോനെ നീ കരയണ്ട, കരയാനായിട്ടല്ല നിന്നെ ഞാൻ വിളിച്ചത്, നിന്റെ നന്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. എന്തു പറ്റി, നിനക്ക് എന്നാ കാര്യം? ഇപ്പൊ ഇവൻ എന്നോട് ഒരു കാര്യം പറയുക, അച്ഛാ, എൻ്റെ ഈ അപ്പൻ, എന്നെയും കൊണ്ട് വന്ന ഈ അപ്പൻ എല്ലാ ദിവസവും കൂട്ടുകാരുമൊത്ത് മദ്യവും വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കുടിക്കു വെച്ചാൽ, മിക്കവാറും എല്ലാ ദിവസങ്ങളിലും കുറച്ച് കൂട്ടുകാരുണ്ട്, 4-5 കൂട്ടുകാരുണ്ട്, ഇവരുമായിട്ട് എല്ലാ ദിവസവും മദ്യവും വാങ്ങിക്കൊണ്ട് കുപ്പിയായിട്ട് വീട്ടിൽ വന്നിരുന്നു, വീട്ടിനകത്ത് വെച്ചിരുന്ന് കുടിക്കും. എന്നിട്ട് ആ കുടിക്കുന്നതിന്റെ കുറച്ച് മിച്ചം വെച്ചേക്കും, അവിടെ എപ്പോഴും കാണും അല്പം മിച്ചം. ആ മിച്ചം വെച്ചിരുന്ന സാധനമാണ് ഞാൻ എടുത്ത് കുടിക്കാൻ തുടങ്ങിയത്. സി, എന്തൊരു നല്ല മാതൃക ഈ അപ്പം കൊടുത്തത്. അപ്പം കൊണ്ടുവന്നിരിക്കുക പ്രാർത്ഥിക്കാനായിട്ട്. ആ അപ്പൻ തൻ്റെ കൂട്ടുകാരുമൊത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരുന്ന് മദ്യം കുടിക്കുകയാണ്. എന്നിട്ട് അത് മുഴുവൻ കുടിച്ചു തീർക്കത്തുമില്ല, അല്പം ബാക്കി വെച്ചേക്കും. ആ ബാക്കി വെച്ചിരുന്ന സാധനം ഇവനാ കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പനും കൂട്ടുകാരും കുടിക്കുന്ന അതിനകത്ത് എന്തോ ഒരു സന്തോഷം കാണുമെന്ന് വിചാരിച്ച് ഇവനും അങ്ങ് കുടിച്ചു തുടങ്ങി. പിന്നെ അവനിപ്പം കുടി നിർത്താൻ പറ്റുന്നില്ല. അവനിപ്പൊ ഇത് കിട്ടണം, ഇത് വേണം. നോക്കി, ഈ മകനെയും കൊണ്ട് അപ്പനാ വന്നിരിക്കുന്ന. ആരാ? അപ്പനാണ് ഈ മകനെ ഇങ്ങനെ ആക്കിയത്. എന്നിട്ടിപ്പം മകൻ മദ്യപാനിയാണെന്നും പറഞ്ഞുകൊണ്ട് മകനെ ശാസിക്കണം, അവന് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ ദുശീലം മാറ്റി കൊടുക്കാനായിട്ട് അച്ഛൻ അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന എന്തൊരു വിരോധാഭാസം അല്ലേ? യഥാപിത തഥാസുത, യഥാപിത തഥാസുത. അപ്പൻ എങ്ങനെയാണോ അവിടെ മകൻ. അപ്പൻ കുടിയൻ, കുടിച്ച് ശീലിച്ചു, വീട്ടിലെ മദ്യം കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കുന്നു, അവിടെ കുടിക്കുന്നു, അവിടെ ഇരുന്ന് കുടിക്കുന്നു. അത് കണ്ടുകൊണ്ട് മകൻ അതിൽ നിന്ന് തന്നെ അല്പം എടുത്ത് കുടിക്കുന്നു, മദ്യപാനിയായിട്ട് മാറുന്നു. മകനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മകനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ മകൻ അങ്ങനെ ആയത് ഈ അപ്പൻ കാരണമാണ്. ഒന്നാമത് നമ്മൾ ഓർക്കണം, നമ്മുടെ ഭവനങ്ങളൊക്കെ ഇന്ന് ഒരു ശീലമായിട്ട് മാറിയിരിക്കുകയും മദ്യപാനം നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന ഒരു വലിയ വിപത്തായിട്ട് മാറിയിരിക്കുക. എന്നിട്ടോ അത് വെറുതെ പോയി പുറത്തു പോയി കുടിക്കുകയല്ല, ഈ കുപ്പിയും കൊണ്ടൊന്ന് വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കുക. അലമാരിലും ഷോക്കേസിലും ഒക്കെ വെച്ചേക്ക് കൈക്കുപ്പിയൊക്കെ, അവിടെ വെച്ചിരുന്ന് കുടുംബത്തിലിരുന്ന് കുടിക്കുക. ദൈവത്തിന്റെ ഭവനമാ, ദൈവത്തിന്റെ ആലയമാ കുടുംബം. പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് ആശീർവദിച്ച സ്ഥലമാണ് ഈ കുടുംബം. എന്തിനാ നമ്മൾ വൈദികരെ വിളിച്ച് കുടുംബം വെഞ്ചരിക്കുന്നത്? അവിടെ വെച്ച് മദ്യം അവിടെ സൂക്ഷിക്കാനും കുടിക്കാനുമുള്ള സ്ഥലമാണോ അത്? നശിപ്പിക്കുകയാണ്. ദൈവത്തിന് പകരം പിശാചായിരിക്കും ആ കുടുംബത്തിൽ വസിക്കുന്ന പ്രിയമുള്ളവരെ. പിശാചാണ് ആ കുടുംബത്തിന്റെ നായകനായിട്ട് മാറുന്നത്. ആ കുടുംബത്തെ പിശാച് കുട്ടിച്ചോറാക്കും, നശിപ്പിക്കും. ഒരു സംശയവുമില്ല. അവിടെ ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല, ഒരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല. അവിടെ എപ്പോഴും കലഹമായിരിക്കും, അസ്വസ്ഥതയായിരിക്കും, സമാധാനക്കേടായിരിക്കും. അങ്ങനെയുള്ളൊരു രീതിയായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, സുഭാഷിതം 23 21 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞത്, മത്തു പിടിച്ചു മയങ്ങുന്നവന് കീറത്തുണി ഉടുക്കേണ്ടി വരും. മദ്യപിച്ച് മത്തു പിടിച്ചു മയങ്ങുന്നവന് കീറത്തുണി ഉടുക്കേണ്ടി വരും. അവസാനം 31 വാക്യത്തിൽ പറയുന്നുണ്ട്, ചഷകങ്ങളിൽ വീഞ്ഞ് ചെമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്, അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ
കുടുംബത്തെക്കുറിച്ച് പറഞ്ഞെന്ന് വെച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഇതാ, ഈ അമിതമായ മദ്യപാനം കുടുംബത്തെ നശിപ്പിക്കുന്ന അവസ്ഥ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ടോ? നമ്മൾ പ്രിയമുള്ളവരെ ചിന്തിക്കുക. കൊറിന്ത്യ ലേഖനത്തിലെ 1-ാമത്തെ ലേഖനം 6-ാമത്തെയും 10-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഹല്ലേലൂയ. മദ്യപന്മാര് ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നമ്മൾ ഓർക്കുക പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം. നമ്മുടെ കുടുംബം ദൈവത്തിന്റെ ആലയമാണ്. അവിടെ സാധാരണ കുടുംബത്തിനൊരു നിർവചനം നമ്മൾ പറയുന്നുണ്ട്. ആ വാക്കിന്റെ അർത്ഥം എന്താ? കുടുംബം എന്ന് പറഞ്ഞാൽ കുടുംബം ഇമ്പമുള്ളത്, അല്ലേ? അവിടെ കൂടുക ആരാ? അപ്പനും അമ്മയും മക്കളും സഹോദരന്മാരും ഒന്നിച്ചു. ആ കുടുംബത്തിലുള്ളവർ ആരൊക്കെയാ? അവിടെ ഒരു ഇമ്പം ഉണ്ടാകണം, അല്ലാതെ കലഹമല്ല, വിദ്വേഷമല്ല, വൈരാഗ്യമല്ല. അവിടെ വീഞ്ഞു സൂക്ഷിക്കാനുള്ള സ്ഥലമല്ല, മദ്യം സൂക്ഷിക്കാനുള്ള സ്ഥലമല്ല, മദ്യം കഴിച്ച് ലഹരി പിടിച്ച് അവിടെ കഴിയാനുള്ള സ്ഥലമല്ല, മറ്റേ ദുഷിച്ച ജീവിതത്തിനുള്ള ലൈംഗികമായ അരാജകത്വത്തിന്റെ സ്ഥലമല്ല. കുടുംബം ദൈവത്തിന്റെ ആലയമാണ്. വൈദികർ വന്ന് കുടുംബം ആശീർവദിക്കുന്നുണ്ട്, അല്ലേ? ആ ആശീർവദിക്കപ്പെട്ട കുടുംബത്തില് അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കണം. ദൈവം നമ്മുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഈശോ നമ്മുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഈ ഒരു ചൈതന്യം ഉണ്ടാകാൻ വേണ്ടി സാധാരണ പറയാറുണ്ട്, ആണ്ടിലൊരിക്കല് വൈദികരെ വിളിച്ച് നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ വീടുകള് വെഞ്ചരിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കാരണം ഇതാ. അപ്പൊ ഇത് നമുക്കൊരു ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാ. ഇത് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കപ്പെട്ട ഇടമാണ് എൻ്റെ കുടുംബം. ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കപ്പെട്ട സ്ഥലമാ. കണ്ട കള്ളന്മാർക്കും കൊള്ളക്കാർക്കും മദ്യപന്മാർക്കും വ്യഭിചാരികൾക്കും ഒക്കെ കഴിയാനുള്ള സ്ഥലമല്ല. വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ പറഞ്ഞു പരത്തി കുറ്റം പറഞ്ഞ് മറ്റുള്ളവരുടെ നാട്ടുകാരുടെയും കുട്ടാരുടെയും കുറ്റം പറഞ്ഞ് അവിടെ ഇരിക്കേണ്ട സ്ഥലമല്ല ഈ കുടുംബം എന്ന് പറയുന്നത്. ദൈവം വസിക്കുന്ന ഇടം, ദൈവം വസിക്കുന്ന ഇടമാണ് നമ്മുടെ കുടുംബം. സാധാരണ പറയാറില്ലേ, സഭയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതാ ഗാർഹിക സഭ, ഗൃഹമാകുന്ന സഭ. അതൊരു സഭയാ. നമ്മുടെ വലിയ തിരുസഭയുടെ ഏറ്റവും ചെറിയ പതിപ്പാ ഈ കുടുംബം എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ പതിപ്പാ കുടുംബം. ആ കുടുംബത്തില് അവിടെ ദൈവമുണ്ട്, ഈശോയുണ്ട്, പരിശുദ്ധ അമ്മയുണ്ട്, ഔസേപ്പിതാവുണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെയൊക്കെ വണങ്ങിക്കൊണ്ട് ആ കുടുംബത്തിലെ അംഗങ്ങൾ ഒരുമിച്ച് ജീവിക്കാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവർ, മാതാപിതാക്കളും മക്കളെയും നേർവഴിക്ക് നയിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. അവര് നേർവഴി ഉണ്ടെങ്കിലേ മക്കളും അതിലേ വരും. അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം. കുടുംബത്തെക്കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, സമയമെടുക്കും. ഞാൻ ചില ആശയങ്ങൾ മാത്രം, എൻ്റെ മനസ്സിൽ വന്ന ചില ആശയങ്ങൾ മാത്രം ഞാനൊന്ന് പങ്കുവെച്ചതേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ഇന്ന് കുടുംബങ്ങളിൽ ഒത്തിരി അസ്വസ്ഥതയുണ്ട്. മക്കളൊക്കെ ഇന്ന് അവരവരുടെ വഴിക്ക് പോകുന്നു, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് രാത്രികാലങ്ങളിൽ മുഴുവൻ ഇരുന്ന് വെളുപ്പാങ്കാലത്ത് കിടന്നുറങ്ങുന്നു, രാവിലെ ഒന്നും പള്ളിയിൽ പോകാൻ പറ്റുകയില്ല, എഴുന്നേൽക്കുകയില്ല, പഠിക്കുന്നില്ല. ആകെപ്പാടെ അസ്വസ്ഥത കുടുംബത്തില്. അപ്പൻ ചിലപ്പം മദ്യപിച്ചു വരുന്നു, അമ്മയുമായിട്ട് വഴക്കുണ്ടാകുന്നു, പ്രാർത്ഥനയില്ലാത്തൊരവസ്ഥ, പള്ളിയിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ, കുർബാനയില്ല. ഇപ്പൊ ഇന്ന് വേറെ ഒരു കൂടി വരുന്നുണ്ട്, കുർബാനയിലൊക്കെ ചിലപ്പോൾ പങ്കെടുക്കും, എന്നിട്ട് കുർബാനയെ സ്വീകരിക്കും, കുമ്പസാരിക്കാതെ കുർബാന സ്വീകരിക്കുന്നു. ചിലപ്പോ ഇങ്ങനെ നാളുകളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ കുമ്പസാരിക്കാത്തവര് വന്ന് നാക്കുനീട്ടി കുർബാന സ്വീകരിച്ചേക്കുക. ആ കുർബാന സ്വീകരണത്തിന് തൊട്ട് മുൻപേ കാർമികൻ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാണ്, അത് അശുദ്ധിയോടെ കൈകാര്യം ചെയ്യരുത്. വിശുദ്ധ കുർബാന വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യണം. ഇതാണ് ഓർമ്മിപ്പിക്കുക. പ്രിയമുള്ളവരെ, സമയം കഴിഞ്ഞു അല്ലേ? ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ആ കുടുംബത്തിന്റെ ആ പവിത്രത, പാവനത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. നമ്മൾ നന്നായാൽ നമ്മുടെ മക്കളും നല്ലവരാകും.
നമ്മൾ മോശമായാൽ മക്കളും മോശമാകും. മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞ വാക്ക്, യഥാ പിതാ മാതാ തഥാ സുതാ. അപ്പനും അമ്മയും എങ്ങനെയാണോ അങ്ങനെയായിരിക്കും മക്കളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്നാപകന്റെ മാതാപിതാക്കളായ സക്കറിയായും ഏലീശുവായും നമുക്ക് തരുന്ന സന്ദേശം ലൂക്ക 1:6. അവർ നീതിനിഷ്ഠരും ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഒരു കുറവും കൂടാതെ പാലിച്ചിരുന്നവരുമാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് നമുക്ക്